മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രൈറ്റ്സ് ഓഫ് ദ കിങ് സീസൺ 1 എപ്പിസോഡ് 1 ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് സ്റ്റീവ് റോബിൻ. ഞാൻ അയനാവരം സെന്റ് തോമസ് പാരിഷിൽ നിന്നാണ്. ഇന്ന് ഈശോയുടെ മണവാട്ടിമാരിൽ ഒരാളായ സിസ്റ്ററുടെ ജീവിത വിളിയെയും അനുഭവങ്ങളെയും പരിചയപ്പെടുത്താൻ കഴിയുന്നത് ഏറെ സന്തോഷമുണ്ട്. ഓരോ മഹത്തായ ദൈവവിളിയും ആരംഭിക്കുന്നത് യെസ് എന്ന മറുപടിയിലൂടെയാണ്. ഒരു കാലത്ത് സഭയെ എതിർത്തിരുന്ന സാവൂൾ ദമാസ്കസിലേക്കുള്ള വഴിയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ഒരു അനുഭവത്തിലൂടെ പൂർണ്ണമായി രൂപാന്തരപ്പെട്ടു. ആ അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പുതിയ ലക്ഷ്യവും ദിശയും നൽകി. തുടർന്ന് അദ്ദേഹം പൗലോസായി ലോക ജനതയിലേക്ക് സുവിശേഷം എത്തിച്ച മഹാനായ മിഷണറിയായി മാറി. അദ്ദേഹത്തിന്റെ ധീരമായ യെസ് എന്ന പ്രത്യുത്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന് അതീതമായ ഒരു ഭൂതകാലവും ഇല്ലെന്നും ദൈവവിളിയോട് ഹൃദയം തുറന്നാൽ ജീവിതം പൂർണ്ണമായി മാറുമെന്നുമാണ്. ഇന്നത്തെ വിശിഷ്ട അതിഥിയായ ഈശോയുടെ മണവാട്ടി നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷനിൽ നിന്നുള്ള സിസ്റ്റർ മോൻസി SH ആണ്. സിസ്റ്റർ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററിനെ കുറിച്ചും സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷനെ കുറിച്ചും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ മോൻസി SH. തിരുഹൃദയ സന്യാസിനി സമൂഹം ജ്യോതി പ്രോവിൻസ് കോതമംഗലം പ്രോവിൻസിലെ ഒരു അംഗമാണ് ഞാൻ. ഇപ്പോൾ ഹൊസൂർ രൂപതയിലെ എറണാവൂർ ഇടവകയിൽ സേവനം ചെയ്യുന്നു. അതോടൊപ്പം നവജ്യോതി വിദ്യാലയ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി സേവനം ചെയ്യുകയാണ്. നാട്ടിൽ എൻ്റെ വീട് കോതമംഗലം രൂപതയിൽ തൊടുപുഴയ്ക്കടുത്ത് ആലക്കോട് ഇടവകയിലാണ്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ചേട്ടൻ, അനിയത്തി എന്നിവരാണുള്ളത്. ഞാൻ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുണ്ട്. 1911 ജനുവരി 1 കദളിക്കാട്ടിൽ ബഹുമാനപ്പെട്ട മത്തായി അച്ഛനാൽ സ്ഥാപിതമായ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ അംഗമാണ് ഞാൻ. ഈശോയുടെ തിരുഹൃദയത്തെ മഹത്വപ്പെടുത്തുകയും അനേകം ആത്മാക്കളെ രക്ഷയിലേക്ക് ആനയിക്കുകയും ചെയ്യുക എന്ന കാര്യസം സ്വന്തമായി ജീവിക്കുന്ന തിരുഹൃദയ സന്യാസിനി സമൂഹാംഗങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറമേയും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഏകദേശം 3600ഓളം സിസ്റ്റേഴ്സാണ് ഞങ്ങൾക്ക് ഉള്ളത്. സുവിശേഷ പ്രഘോഷണം, ഇടവക സേവനം, വിദ്യാഭ്യാസ പ്രേഷിതത്വം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ആതുര സേവനം എന്നീ മേഖലകളിൽ ഓരോ സഹോദരിമാരും ശുശ്രൂഷ ചെയ്തു വരുന്നു. ഈ മേഖലകളിലൂടെയെല്ലാം ഒരേ ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്: ഈശോയുടെ തിരുഹൃദയത്തെ മഹത്വപ്പെടുത്തുക. സിസ്റ്റർ, ദൈവവിളി തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരുന്നു? ഒത്തിരി കോൺഗ്രിഗേഷൻ ഉണ്ടെങ്കിലും SH കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? എൻ്റെ ദൈവവിളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചരിത്രമായിട്ട് തന്നെ പറയേണ്ടത് വരും. കാരണം ഒത്തിരിയേറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം ചെറുപ്പം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ ആവണമെന്ന്. എൻ്റെ വീട്ടിൽ ആൻറ്റിമാര് CMCയിലുണ്ട്, SHലുണ്ട്, FCCയിലുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ സിസ്റ്റർമാരുടെ ഒരു കുടുംബമാണ് എൻ്റേത്. പക്ഷേ ഒരു ഏത് കോൺഗ്രിഗേഷൻ ചേരണമെന്നൊന്നും
അന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ 10ലേക്ക് ജയിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പുതിയ അതിഥി വരികയാണ്. അത് മറ്റാരുമല്ല, എൻ്റെ അനുജത്തിയാണ്. എൻ്റെ അനുജത്തി എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ലേറ്റ് ആയതിനാൽ. അപ്പോൾ എൻ്റെ മമ്മി ഭയങ്കര ടെൻഷൻ അനുഭവിക്കുകയും അതോടൊപ്പം ഒരു മരിക്കുവോ ഇല്ലയോ എന്നൊരു ഡൗട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അന്ന് ഇടവകയിലുണ്ടായിരുന്ന ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമോ, എൻ്റെ മമ്മിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ച് ചെന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞ് സിസ്റ്റർ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം സിസ്റ്റർ ബൈബിൾ എടുത്ത് ഒരു വചനഭാഗം വായിച്ചു. അതിപ്രകാരമായിരുന്നു, നമ്മുടെ സാമുവൽ പ്രവാചകന്റെ പുസ്തകമായിരുന്നു വായിച്ചത്. ദാവീദ് ഭക്ഷണവുമായി സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ഭക്ഷണവുമായി യുദ്ധത്തിൻ്റെ സ്ഥലത്തിലേക്ക് പോകുന്ന ഭാഗമാണ് വായിച്ചത്. അത് വായിച്ചതിന് ശേഷം സിസ്റ്റർ പറഞ്ഞു, ഈ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ ദൈവരാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥമെന്ന് സിസ്റ്റർ പറഞ്ഞു. എൻ്റെ മനസ്സിൽ അപ്പോൾ തന്നെ എന്തോ ഒന്ന് എന്നെയാണോ വിളിക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടായി. ഈ ഒരു പോയിന്റിലാണ് എൻ്റെ ദൈവവിളിയെ ഞാൻ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വരികയും അതോടൊപ്പം ഞങ്ങൾ ആയിരിക്കുന്ന ഇടവകയിലെ കൂട്ടായ്മയിലെ സിസ്റ്റേഴ്സ് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ തന്നെ ആയിരിക്കുകയും അതോടൊപ്പം ഞാൻ പഠിക്കുന്ന സ്കൂള് SHന്റെ തന്നെയായി മാറുകയും ചെയ്യുന്നതെല്ലാം ഒരു കാരണമായിരിക്കാം എൻ്റെ വിളി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സന്യാസിനി സമൂഹത്തിലേക്ക് ആയതിന്. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കുകയായിരുന്നു, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിക്കുകയായിരുന്നു ഓരോ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ. ഈ സമർപ്പിത ജീവിതത്തിൽ സിസ്റ്ററിനെ മുന്നോട്ട് നയിച്ച വ്യക്തി ആരായിരുന്നു? ആരാണ് ഇൻസ്പയർ ചെയ്തതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ഈ വ്യക്തിയാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഒത്തിരിയേറെ പേര് സഹായിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സിസ്റ്റർ ലിസി മാണിക്കത്താൻ. സിസ്റ്ററാണ് അന്ന് എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആ വചനം പറയുകയൊക്കെ ചെയ്തത്. സിസ്റ്റർ ഒരു മെയിൻ കാരണം തന്നെയാണ്. അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച ഒത്തിരിയേറെ അധ്യാപകർ, സിസ്റ്റേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുണ്ട്. അതുപോലെ എൻ്റെ ഇടവകയിൽ സേവനം ചെയ്ത സിസ്റ്റേഴ്സ്, അവരൊക്കെ ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട് ദൈവവിളിയിൽ. അതുപോലെ മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ആൻറ്റിമാരൊക്കെ നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒത്തിരി വലിയതായിട്ട് ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ഡെയിലി ലൈഫിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ഇതെല്ലാം നമ്മുടെ ഈ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാറ്റിലും ഉപരി ഈശോയുടെ തിരുഹൃദയം തന്നെയാണ് ആത്യന്തികമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വിഷയം. കാരണം ഈ ഹൃദയത്തെ നോക്കിയാൽ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശക്തിയും കൃപയും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരിടമാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈശോ തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ഈ സന്യസ്ത ജീവിതത്തിൽ സിസ്റ്റർക്ക് എന്ത് അനുഭവമാണ് തോന്നുന്നത്? സിസ്റ്റർക്ക് എന്താണ് പുതിയ തലമുറയോട് പങ്കുവെക്കാനുള്ള സന്ദേശം? എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യ എണ്ണമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് തന്നെ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു അനുഗ്രഹങ്ങളല്ല. കാരണം ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമായിട്ട് തമ്പുരാൻ തന്നിരിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ ആയിരിക്കാനുള്ള ആ ഒരു അനുഗ്രഹം തന്നത്, അതാണ് ശരിക്കുള്ള മെയിൻ അനുഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നല്ല ആരോഗ്യം, അതുപോലെ നല്ല സമൂഹ ജീവിതം. എനിക്കത് ഏറ്റവും കൂടുതൽ വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ലൈഫാണ് ഓരോ സന്യാസിനി സമൂഹം എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റി ലൈഫ് എനിക്ക് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമം ഉണ്ടായാലും നമുക്ക് പറയാനൊരു ഇടം ഉള്ളത് എൻ്റെ സമൂഹത്തിലാണ്. കാരണം ഞാനിപ്പോൾ ആയിരിക്കുന്ന സമൂഹമാണെങ്കിലും ഞാൻ മുൻപായിരുന്ന സമൂഹങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരിടമാണ് ഞാൻ വസിച്ചിട്ടുള്ള എല്ലാ സന്യാസിനി സമൂഹവും. അതിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനായിരിക്കുന്ന എറണാകുളം കമ്മ്യൂണിറ്റിയിൽ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കുന്ന, എൻ്റെ വിഷമതകളും പോരായ്മകളൊക്കെ മനസ്സിലാക്കുകയും തെറ്റ് തിരുത്തി തരികയും ഒക്കെ ചെയ്യുന്ന ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു അനുഗ്രഹത്തിൻ്റെ
ഒരു ഉറവിടം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല എനിക്ക് എൻ്റെ ആരോഗ്യം, അതുപോലുള്ള എൻ്റെ പഠനം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും എല്ലാം ഈ സമൂഹം ഈശോ നൽകിയ അനുഗ്രഹമാണ്. മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ ദൈവം അനുഗ്രഹിച്ച നിമിഷങ്ങൾ, അതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, അതായത് സേവന മേഖലകളിൽ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ്. കാരണം നമ്മൾ ചോദിക്കുന്ന എല്ലാം കിട്ടുമെന്നുള്ളതല്ല, കിട്ടിയില്ലെങ്കിൽ പോലും അതിനെ സ്വീകരിക്കാനുള്ള ശക്തി തരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുക. അപ്പോൾ ഏത് ജീവിതാവസ്ഥയാണെങ്കിലും, അത് സങ്കടമായാലും പ്രതിസന്ധി ആയാലും വിഷമമായാലും, അതിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം കാണാൻ കഴിയുക എന്നതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ സന്യാസ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 100% അടിവരയിട്ട് പറയാൻ കഴിയും, ഞാൻ ഈ ജീവിതത്തിൽ സംതൃപ്തിയാണ്. കാരണം എന്നെ നയിക്കുന്നത് ഈ ഈശോയുടെ തിരുഹൃദയമാകയാൽ ഈ ഹൃദയത്തിലെ സർവ്വസമ്പന്നതയും അവിടുന്ന് എനിക്ക് തുറന്നു തന്നിട്ടുണ്ട്. ഞാനത് ആസ്വദിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി. അതിനാൽ തന്നെ 100% ഞാൻ സംതൃപ്തിയാണ്. കാരണം ഞാൻ 5-6 കമ്മ്യൂണിറ്റികളിലായിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഓരോ സമൂഹത്തിലാണെങ്കിലും നിരവധി വ്യത്യസ്തതകളുള്ളവരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ വ്യത്യസ്തതകളിലെ നന്മ തിരിച്ചറിയുവാനും അവരെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശരിക്കും ഒരു സംതൃപ്തി നിറഞ്ഞ ജീവിതമായിട്ട് മാറും. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തും സംതൃപ്തമായിട്ട് നമുക്ക് തോന്നുമെന്നുള്ളതാണ്. കാരണം ഈ ഹൃദയം നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആ ആശ്വാസത്തിന് വേണ്ടി ആണ് എൻ്റെ ജീവിതം. അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തെ ഓരോ പ്രവർത്തനങ്ങളിലും എല്ലായ്പ്പോഴും എന്നും നമുക്ക് തമ്പുരാനോട് കൂടെ ആയിരിക്കുവാനായിട്ട് ചിലപ്പോഴൊന്നും സാധിക്കാതെ പോകും. കാരണം നമ്മൾ മനുഷ്യരാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ആത്യന്തികമായി എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഈ ഈശോയെ മഹത്വപ്പെടുത്തുക, ഈ ഈശോയുടെ ഹൃദയവും ആ ഹൃദയത്തിലെ സ്നേഹവും എല്ലാവർക്കും കൊടുക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. ആയതിനാൽ തന്നെ ഞാൻ ഈ സന്യാസ ജീവിതത്തിൽ വളരെയേറെ സന്തുഷ്ടിയും സംതൃപ്തിയുമാണ്. എല്ലാവരെയും ഈശോയുടെ തിരുഹൃദയം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഹൃദയത്തിലെ സർവ്വസമ്പന്നതയും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. സിസ്റ്ററിന്റെ വിലപ്പെട്ട സമയത്തിനും ഇൻസ്പയറിംഗ് വേർഡ്സിനും ഒത്തിരി നന്ദി. സിസ്റ്ററിന്റെ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായെന്ന് വിശ്വസിക്കുന്നു. ഈ നല്ല നിമിഷം തന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നൂറ്റഞ്ചേരി പാരിഷിൽ നിന്നുള്ള ഇസബലിനെ ക്ഷണിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിച്ചതായി ഈ ലോകത്തിൽ കേട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞി ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ അണിയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. നന്ദി ഇസബൽ. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ ഈശോയുടെ മറ്റൊരു മണവാട്ടിയുമായി വീണ്ടും കാണാം. താങ്ക് യു. സ്റ്റീവ് റോബിൻ സൈനിങ് ഓഫ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.